കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഫൈലോകോക്കസ് ആണ് പഠിച്ചത്. ഗ്രാം പോസിറ്റീവ് കോക്കി ഏതൊക്കെയാണ്? സ്റ്റഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ആണ്. ഒരു ക്വിക്ക് റിവ്യൂ വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഫൈലോകോക്കസ് എന്താണ്? ഗ്രാം പോസിറ്റീവ് സ്പെറിക്കൽ സെൽസ് ആണ്, യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആണ്. അതാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഫാക്കൽറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, നോൺ സ്പോറിംഗ് അല്ലെങ്കിൽ നോൺ സ്പോറിലേറ്റഡ് എന്ന് പറയാം. പിന്നെ നോൺ മോട്ടൈൽ ആണ്, സിംഗിൾ കോക്കി ആയിട്ടുണ്ട്, പെയർ ആയിട്ടുണ്ട്, ടെട്രാഡ് എന്ന് പറയുന്നത് 4, പിന്നെ ക്ലസ്റ്റേഴ്സ് ഇതുപോലെ. അപ്പൊ അതാണ് സംഭവം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ബയോകെമിക്കൽ റിയാക്ഷൻ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ ആ ഒരു എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് എഴുതണം. അപ്പോൾ ഇതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവര് സാൾട്ട് ടോളറന്റ് ആണ്, കാപ്പബിൾ ഓഫ് ഗ്രോയിങ് ഇൻ മീഡിയ സാച്ചുറേറ്റഡ് വിത്ത് NaCl, പിന്നെ കാറ്റലൈസ് എൻസൈംസ് എന്താണ് സിന്തസൈസ് ചെയ്യും. പക്ഷെ സ്ട്രെപ്റ്റോകോക്കി എന്താണ്? കാറ്റലൈസ് എൻസൈം സിന്തസൈസ് ചെയ്യത്തില്ല. പിന്നെ അവർ റേഡിയേഷനോട് ടോളറന്റ് ആണ്, ഹീറ്റിനോട് ടോളറന്റ് ആണ്. ഇനി ഈ സ്റ്റഫൈലോകോക്കസ് ഓറസ് ഏകദേശം 40 സ്പീഷീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലുള്ളതാണ് സ്റ്റഫൈലോകോക്കസ് ഓറസ്, സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ്, സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്. അതിൽ ഏറ്റവും പാത്തജനിക് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറസ് ആണ്. ഓക്കെ, ആൻഡ് സ്റ്റഫൈലോകോക്കസ് ഓറസ് നിങ്ങൾ ഫസ്റ്റ് ഇത് മോർഫോളജി ആയിട്ട് എഴുതുക, പിന്നെ ഇത് ബയോകെമിക്കൽ റിയാക്ഷൻ ഇത് എഴുതുക, പിന്നെ റെസിസ്റ്റൻസ് അതൊക്കെ എഴുതുക, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ എൻസൈംസ് ആണ് എഴുതുക. കാറ്റലൈസ് ആണ്, അതുപോലെ കൊയാഗ്ലേസ്, ക്ലംപിംഗ് ഫാക്ടർ, പിന്നെ സ്റ്റഫൈലോകൈനേസ്. ഏതൊക്കെയാണ്? കാറ്റലൈസ്, കൊയാഗ്ലേസ് ആൻഡ് ക്ലംപിംഗ് ഫാക്ടർ, സ്റ്റഫൈലോകൈനേസ്, ഹൈലുറോഡേസ്, പ്രോട്ടീനേസസ്, ലിപ്പേസ്, DNase, ബീറ്റാ ലാക്ടമേസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബീറ്റാ ലാക്ടമേസ് പ്രൊവൈഡ്സ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റഫൈലോകോക്കസ് ടു ബീറ്റാ ലാക്ടോം ആന്റിബയോട്ടിക് ലൈക്ക് പെനിസിലിൻ. ഓക്കെ, പിന്നെ ഏതാണ്? ടോക്സിക് ആണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് എൻസൈംസ് ആണ്. ടോക്സിക് ഏതാണ്? സ്റ്റഫൈലോകോക്കസ് ഓറസ് പ്രോസസ് ഫോർ ഹീമോലൈസിൻ. അതെന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെ റെഡ് ബ്ലഡ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഉള്ളതാണ് ഫാൻഡോൺ, വാലന്റൈൻ, ല്യൂക്കോസൈഡിൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ എയും ഉണ്ട്, ബിയും ഉണ്ട്. എക്സ്ഫോലിയേറ്റീവ് ടോക്സിൻ എ എന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റേബിൾ ആണ്, മറ്റത് എന്താണ്? ഹീറ്റ് ലബൈൽ ആണ്. ഓക്കെ, ഇനി ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടോക്സിൻ ഉണ്ട്, പിന്നെ എൻഡറോടോക്സിൻ ഉണ്ട്. ഫുഡ് പോയ്സണിന് ഏറ്റവും കോസ് ആയിട്ടുള്ളൊരു ഏജന്റ് ആണ് എൻഡറോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് പാത്തോജനസിസ്. ക്യൂട്ടേനിയസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സിസ്റ്റമിക് ഉണ്ട്. അതിൽ ഫോളിക്കുലൈറ്റിസ് ഉണ്ട്, അതായത് ഹെയർ ഫോളിക്കിൾസിൽ അവിടെ ഇൻഫെക്ഷൻ വന്ന് പസ് ഫിൽഡ് ആയിട്ട് ഒരു റെഡ് സ്വോളനായിട്ട് വരും. പിന്നെ ഫറങ്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോയിൽ എന്നാണ് പറയുന്നത്, ഇസ് എ ലാർജ് പെയിൻഫുൾ നോഡൽ എക്സ്റ്റൻഷൻ ഓഫ് ഫോളിക്കുലൈറ്റിസ്. കാർബങ്കിൾ എന്ന് പറയുന്നത് സെവറൽ ഫറങ്കിൾ യുണൈറ്റ് ചെയ്തിട്ടാണ് കാർബങ്കിൾ വരുന്നത്. അപ്പൊ ഫോളിക്കുലൈറ്റിസ് ഉണ്ട്, സെല്ലുലൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ കാർബങ്കിൾ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ക്യൂട്ടേനിയസ് ഡിസീസിൽ ഇംപെന്റിഗോ, സ്മോൾ ഫ്ലാറ്റൻ റെഡ് പാച്ചസ് ഓൺ ദ ഫേസ് ആൻഡ് ലിംബ്സ്, പർട്ടിക്കുലർലി ഇൻ ചിൽഡ്രൻ ഹൂസ് ഇമ്മ്യൂൺ സിസ്റ്റം ആർ നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. പിന്നെ സെല്ലുലൈറ്റിസ്, ഇൻഫെക്ഷൻ ഓഫ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇനിയുള്ളതാണ് ക്യൂട്ടേനിയസ് ഡിസീസസ്. സ്റ്റഫൈലോകോക്കൽ സ്കാൽഡഡ് സ്കിൻ സിൻഡ്രോം. ഇത് മെയിനായിട്ടും ഇങ്ങനെ തോല് പൊളിഞ്ഞു പോകുന്ന എക്സ്ഫോലേറ്റീവ് ടോക്സിന്റെ വഴിയാണ്. പിന്നെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ഭയങ്കര ഫാറ്റിലാണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് സിസ്റ്റമിക് ഡിസീസ് ബാക്ടീരിയമിയ. അപ്പോൾ സ്റ്റഫൈലോകോക്കസ് ഇസ് എ കോമൺ കോസ് ഓഫ് ബാക്ടീരിയമിയ, അതായത് പ്രസൻസ് ഓഫ് ബാക്ടീരിയ ഇൻ ദ ബ്ലഡ്. ഓക്കെ, അതാണ് ഈ ഒരു ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ എൻഡോകാർഡൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലൈനിങ് ഓഫ് ദ ഹേർഡ് ആണ്. അതൊരു കണ്ടീഷനാണ് നമ്മൾ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും എബൌട്ട് 50% ഓഫ് പേഷ്യന്റ് അത് സർവൈവ് ചെയ്യത്തില്ല. പിന്നെ ന്യൂമോണിയ ആൻഡ് എംപൈമ. അപ്പൊ സ്റ്റഫൈലോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നൊരു ഓർഗാനിസംസ് ആണ്, അതാണ് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എംപൈമ എന്ന് പറയുന്ന പസ് ഇൻ പ്ലൂറൽ ക്യാവിറ്റി ആണ്. പിന്നെ ഉള്ളതാണ് ഫുഡ് പോയ്സണിങ്. നമുക്കറിയാം മെയിനായിട്ടും ഏതാണ്? എൻഡറോടോക്സിൻ വഴിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ഡീഹൈഡ്രേഷൻ, പിന്നെ അതുപോലെ തന്നെ ലോ ബ്ലഡ് പ്രഷർ അത്ര ഉണ്ടാക്കും. പിന്നെ സ്റ്റഫൈലോകോക്കസ് എപ്പിഡെർമിസ് യൂഷ്വലി എവിടെയാണ്? പ്ലാസ്റ്റിക് ഡിവൈസസിൽ ഇൻട്രാവീനസ് കത്തീറ്റേഴ്സ് ഒക്കെ വഴി ഗ്രോ ചെയ്തിട്ടാണ് നമുക്കിത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഡയലൈസിസ് പേഷ്യൻസിന് ഉണ്ടാവും. ഹേർട്ട് വാൾ ഡിസീസ് ഉള്ള എൻഡോകാർഡൈറ്റിസ് അവർക്ക് വരും. യൂഷ്വലി സ്റ്റഫൈലോകോക്കസ് ഇംപ്ലാന്റഡ് ആയിട്ടുള്ള അപ്ലയൻസസിൽ വരും. പിന്നെ സ്റ്റഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് എന്ന് പറയുന്നത് ഒരു നോർമൽ കമൻസാലാണ്. കമൻസാൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ട് ഉള്ളതാണ്, പക്ഷേ റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ UTI ഫീമെയിൽസിൽ ഉണ്ടാക്കും. ഓക്കെ,
ഇനിയുള്ളതാണ് ട്രീറ്റ്മെന്റ് വരുമ്പോൾ പെൻസിലിൻ സെൻസിറ്റീവ് സ്റ്റഫൈലോകോക്കി, അതായത് ബീറ്റ ലാക്ടാമേസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് ഉള്ളവര് എന്താണ് ഈ ഒരു പെനിസിലിൻ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെനിസിലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് പെനിസിലിനും ആംപിസിലിനും കൊടുക്കുക. ഈ പെനിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ളവർക്ക് ക്ലോക്സാസിലിൻ പിന്നെ നാഫിസിലിൻ കൊടുക്കാം. പിന്നെ മെഡിസിലിൻ റെസിസ്റ്റന്റ് നമ്മൾ MRSA പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് വാങ്കോമൈസിൻ ആണ്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെപ്റ്റോകോക്കെ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ വ്യത്യാസം വരുന്നത് കുറച്ച് എൻസൈംസിന്റെ കാര്യത്തിലാണ്. ഇതെന്താണ് കാറ്റലൈസ് നെഗറ്റീവ് ആണ്, അതായത് കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാരണം എന്താണ്, ഇത് കാറ്റലൈസ് എന്ന് പറഞ്ഞൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഇതെന്താണ് ഗ്രാം പോസിറ്റീവ് ആണ്. ഇത് ഗ്രാം പോസിറ്റീവ് ആണ്. സെയിം ആയിട്ട് ഫാക്കൾറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, നോൺ മോട്ടൈൽ ആണ്. മറ്റേതുപോലെ നോൺ മോട്ടൈൽ, നോൺ സ്പോറിലേറ്റിംഗ് ആണ്, ആൻഡ് സ്പെറിക്കൽ ഓവൽ സെൽസ് ആണ്. ഇത് ചെയിൻ ആയിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചെയിൻ ആയിട്ടായിരിക്കും ഇതിങ്ങനെ കാണപ്പെടുന്നത്. ആൻഡ് അത് കാറ്റലൈസ് നെഗറ്റീവ് ആണ്. എന്താണ് കാറ്റലൈസ് നെഗറ്റീവ് ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ഹീമോലൈസിസ് ടൈപ്പ് ഇത് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ആകെ ഓർത്തിരുന്നാൽ മതി. ഞാനതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതില് പറയാം. ഇതൊന്നും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അപ്പോ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഗാമ ഉണ്ട്. ഏതൊക്കെയുണ്ട്? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, 3 ടൈപ്പ് ഉണ്ട്. ഇത് ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്, ഇത് ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ഗാമ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. അപ്പൊ അതിൽ നോക്കിക്കഴിയുമ്പോൾ ഈ എയറോബ്സ്, ഫാക്കൾറ്റേറ്റീവ്ലി എയറോബ്സ് ആൻഡ് അനേറോബ്സ് ആൻഡ് എയറോബ്സ് എന്ന് പറയുന്ന, ഒരു മിനിറ്റ് ഇതിന്റെ കട്ടിയൊന്ന് ഞാൻ കുറയ്ക്കട്ടെ കേട്ടോ, ഇത്രയും കട്ടിയൊന്നും വേണ്ട. ഓക്കെ, ഫാക്കൾറ്റേറ്റീവ്ലി എയറോബ്സും ഉണ്ട് അനേറോബ്സ് ഉണ്ട്. അവര് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഹീമോലൈറ്റിക് ഉണ്ട്. പിന്നെ ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാ വരുന്നത്? എയറോബ്സും ആൻഡ് ഫാക്കൾറ്റേറ്റീവ്ലി അനേറോബ്സ് ഉണ്ട്. പിന്നെ ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട്. അതില് ആൽഫ ഹീമോലൈറ്റിക് ഉണ്ട്, ബീറ്റ ഹീമോലൈറ്റിക് ഉണ്ട് ആൻഡ് ഗാമ ഹീമോലൈറ്റിക് ഉണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്നത് ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഒരു ക്ലാസിഫിക്കേഷനെ വിളിക്കുന്നത് എന്താണ്? ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ലാൻസ്ഫീൽഡ് ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. അപ്പൊ അതില് ഈ ഹീമോലൈസിസ് എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ആൽഫ എന്ന് പറയുന്നത്, ഹീമോലൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് RBC അല്ലെങ്കിൽ WBC. അപ്പൊ ഇതില് 3 തിരിച്ചേക്കുന്ന ആൽഫ, ബീറ്റ ആൻഡ് ഗാമയില് ബ്രേക്ക് ഡൗൺ നടക്കുന്ന അനുസരിച്ച് ഇത് 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? കംപ്ലീറ്റ് ആണ്, പാർഷ്യൽ ആൻഡ് അവിടെ ഹീമോലൈസിസ് നടക്കാത്തതും ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസിന് ഹീമോലൈസിൻ എന്ന് പറയുന്നൊരു ടോക്സിൻ ഉണ്ട്. അത് നമ്മുടെ ബ്ലഡ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ലാൻസ്ഫീൽഡ് ക്ലാസിഫൈ ചെയ്യുന്നത് ആൽഫ, ബീറ്റ ആൻഡ് അതുപോലെ തന്നെ ഗാമയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ ഹീമോലൈസിസ്, ആൽഫയുടെയും ബീറ്റയുടെയും അതുപോലെ ഗാമയുടെ ഹീമോലൈസിസ് കപ്പാസിറ്റി അനുസരിച്ച് ഇത് 3 തിരിച്ചിട്ടുണ്ട്: കംപ്ലീറ്റ്, പാർഷ്യൽ ആൻഡ് നണ്ണ്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് എന്ന് പറയുന്നത് ബീറ്റയാണ്. ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്താണ്? അതൊരു കംപ്ലീറ്റ് ഹീമോലൈസിസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജിൻസ്. ഇതാണ് ഏറ്റവും പാത്തജനിക് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? കളർലെസ് ആണ്, കംപ്ലീറ്റ് ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പാർഷ്യൽ ആയിട്ട് ആൽഫയാണ് അവിടെ ഉള്ളത്. പാർഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീനിഷ് ഡിസ്കളറേഷൻ, അത് വിരിഡൻ സ്ട്രെപ്റ്റോകോക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ല. ഗാമയിൽ അവിടെ ഹീമോലൈസിൻസ് നടക്കുന്നില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ്. ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? യെസ്, ഇറ്റ് ഈസ് ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ. ആ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെയാണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്. നിങ്ങൾ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം മെഡ് സർജിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു
ഡിസീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് റുമാറ്റിക് ഹേർട്ട് ഡിസീസ്. റുമാറ്റിക് ഹേർട്ട് ഡിസീസ് അല്ലെങ്കിൽ റുമാറ്റിക് ഫീവർ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മുടെ പാത്തോജൻസിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് പാത്തോജനിക് എന്ന് പറയുന്നത്. ബാക്കി എൻട്രോകോക്കസ് ഒന്നും അത്ര പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഇത് യൂഷ്വലി ഇങ്ങനെ ചെയിൻ ആയിട്ടാണ് ഉള്ളത്. ഈ ചെയിൻ ആയിട്ടുള്ളത് എന്താണ്? യൂഷ്വലി സ്പിറിക്കൽ ആണ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലാണ്. അതായത് നമ്മുടെ മുട്ടയുടെ ഒക്കെ ഷേപ്പ് ഇത് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത് അതിന്റെ ഒരു വിറുലൻസ് അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഘടകമല്ല. എത്ര ലെങ്തി ആണെങ്കിലും എന്താണ് ഒരെണ്ണം ആണെങ്കിൽ പോലും അതിനെന്താണ് ഡിസീസ് കോസ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൈലൂറോണിക് ആസിഡ് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാത്തജനിക് ആണ്. കാരണം ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് പൊതുവെ ഈ ഫാഗോസൈറ്റോസിസ് ഒക്കെ ഇല്ലേ ഇൻഹിബിറ്റ് ചെയ്യും, ഒക്കെ തടയാനായിട്ട് പറ്റും. പിന്നെ ഇത് ബീറ്റ ഹീമോലൈറ്റിക് ആണ്. നമ്മൾ ബ്ലഡ് അഗറിൽ നോക്കി കഴിയുമ്പോൾ ഹീമോലൈസിസ്, അതായത് നമ്മുടെ ബ്ലഡ് സെൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയും പാത്തജനിക് ആണ് ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ, അതിൽ വരുന്നതാണ് ടോക്സിൻസും എൻസൈംസും. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച പോലെ തന്നെ ഏതൊക്കെ ടോക്സിൻസ് ആണ് ഏതൊക്കെ എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ മറ്റതിൽ സ്റ്റഫൈലോകൈനസ് ആണെങ്കിൽ ഇവിടെ സ്ട്രെപ്റ്റോകൈനേസ് ആണ്. ഓക്കെ, ഇതിന്റെ പേര് നിങ്ങൾ ഓർത്തിരുന്നാലും മതി. ഇത്രയും നിങ്ങൾ എഴുതൂന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാം നമുക്ക് ഓർത്തിരിക്കില്ലോ. ഇത് മെയിനായിട്ടും produced by many strains of group A beta hemolytic streptococci. It transforms the plasminogen of human plasma into plasmin, an active proteolytic enzyme that digests fibrin, clot and other protein. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി, that digest fibrin, clot and other proteins. അപ്പോൾ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക, സ്ട്രെപ്റ്റോകൈനേസ് ഫൈബ്രിൻ ക്ലോട്ടിനെ ഡൈജസ്റ്റ് ചെയ്യും, അത്രയും ഓർത്താൽ മതി. പിന്നെ ഡിയോക്സി റൈബോ ന്യൂക്ലിയേസസ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ, ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ഹൈലൂറോണിഡേസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലൂറോണിഡേസ് സ്പ്ലിറ്റ്സ് ഹൈലൂറോണിക് ആസിഡ്. അതായത് ഹൈലൂറോണിഡേസ് എന്ന് പറയുന്നത് ഹൈലൂറോണിക് എന്താണ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പയോജനിക് എക്സോടോക്സിൻ ആണ്. ഇത് മെയിനായിട്ടും സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അതുപോലെ തന്നെ സ്കാർലറ്റ് ഫീവറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതുണ്ട് ഹീമോലൈസിൻ. ഇത് 2 ടൈപ്പ് ഉണ്ട്, സ്ട്രെപ്റ്റോലൈസിൻ ഓയും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോലൈസിൻ എസും ഉണ്ട്. അത് നിങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് പാത്തജെനിസിസും അതിന്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്സും. അപ്പോൾ പാത്തജെനിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് വഴി ഉണ്ടാവുന്ന രോഗങ്ങളാണ് ഈ പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. അത് അത്യാവശ്യം കുറേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ഓർത്തിരിക്കണമെന്നില്ല. പക്ഷെ എന്താണ്, ഇത് എഴുതുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് എറിസിപെലാസ്. Lesions are raised and characteristically red and extend along lymphatic pathways with only minimal local separation. Separation എന്ന് പറയുന്നത് pus forming എന്നാണ് അർത്ഥം. സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? pus forming എന്നാണ് അർത്ഥം. From the lymphatics, the infection can extend to bloodstream. അപ്പോൾ എറിസിപെലാസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇതാണ്. ഇതൊരു ലീഷനാണ്. അത് ആക്ച്വലി റെഡ് കളർ ലീഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിംഫിലാണ് ഫസ്റ്റ് ഇത് വരുന്നത്. പക്ഷെ എന്താ പറയുന്നത്, അത് ബ്ലഡിൽ വരെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് എറിസിപെലാസ്. പല പ്രൊനൗൺസിയേഷൻ ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് അങ്ങനെ എടുക്കുക. എറിസിപെലാസ് എന്നാണ് പറയുന്നത്. ഇനിയാണ് സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത്.
അപ്പൊ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഫൈലോകോക്കസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് സെല്ലുലൈസിസ് വരുന്നുണ്ട്. അപ്പൊ റാപ്പിഡ്ലി സ്പ്രെഡിങ് ഇൻഫെക്ഷൻ എവിടെയാണ് അത്? ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ എന്ന് നമുക്ക് പറയാം. സ്കിന്നിൽ സബ്കുട്ടേനിയസ് ടിഷ്യൂസിലും വരുന്നുണ്ട്. അതുവഴി നമുക്ക് ഇറ്റ് ഫോളോസ് ഇൻഫെക്ഷൻ അസോസിയേറ്റഡ് വിത്ത് മൈൽഡ് ട്രോമ, ബേർഡ്സ് വൂണ്ട്, സർജിക്കൽ ഇൻസിഷൻ, പിന്നെ പെയിൻ, ടെൻഡർനെസ്, എരിത്തീമ എന്ന് പറയുമ്പോൾ ഒരു റെഡിഷ് അപ്പിയറൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ്? എറിസിഫെലാസ് ഇതിന്റെ കൂടെ തന്നെ പഠിച്ച എറിസിഫെലാസ് ആണ്. പിന്നെ സെല്ലുലൈറ്റിസ് അത് കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഡിസീസസ് attribute invention by S. pyogenes beta hemolytic group A streptococci. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നെക്രോട്ടൈസിങ് ഫാസിറ്റിസ്. അതായത് there is an extensive and very rapidly spreading necrosis of skin, tissues and fascia, sometimes flesh eating bacteria. Okay. ഈ നെക്രോസിസ് എന്ന് പറയുന്നത് എന്താണ്? നെക്രോസിസ് എന്ന് പറയുന്നത് സെൽ ഡെത്ത് അല്ലെങ്കിൽ ടിഷ്യൂ ഡെത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ചില ടൈപ്പ് ഓഫ് ഈ ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഗാംഗ്രീൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ പറയാം. ഈ ഒരു ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഇല്ലേ, ചില ടൈമില് നമ്മുടെ ഈ ഫ്ലഷ് ഇല്ലേ, ഇതുണ്ട്, ഈ ഒരു ഫ്ലഷും വരെ തിന്നാനായിട്ടുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ളതുണ്ട്. അതിനെയാണ് നമ്മൾ നെക്രോട്ടൈസിങ് ഫാസിറ്റസ് എന്ന് പറയുന്നത്. ഫാസി എന്താണെന്നറിയോ? അതായത് ഫാസി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ഉണ്ടല്ലോ, മസിലിനുള്ളിലെ ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ അതിലെ നെർവ്സും, ഈ മസിൽസിനെയും ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ് ഫാസി എന്ന് പറയുന്നത്. അപ്പോൾ നെക്രോട്ടൈസിങ് എന്ന് പറയുന്നത്, നെക്രോസിസ് എന്ന് പറയുന്നത് ടിഷ്യൂ ഡെത്ത് അല്ലെങ്കിൽ സെൽ ഡെത്ത് ആണ്. അത് സ്പ്രെഡ് ചെയ്തിട്ട് ഈവൻ ദോ നമ്മുടെ ഫ്ലഷ് വരെ നമുക്ക് ഈ ഒരു ബാക്ടീരിയക്ക് തിന്നാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എറിസിഫെലാസ് ആൻഡ് സെല്ലുലൈറ്റിസ്, പിന്നെ നെക്രോട്ടൈസിങ് ഫാസിറ്റസ്, പിന്നെ puerperal fever. If the streptococci enters the uterus after delivery, puerperal fever develops, which is essentially a septicemia. Septicemia എന്ന് പറയുന്നത് എന്താ? ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെ നമ്മൾ സെപ്റ്റിസീമിയ എന്ന് പറയും. അപ്പൊ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ഇൻഫെക്ഷൻ ഒറിജിനേറ്റിംഗ് ഇൻ ദ ഇൻഫെക്റ്റഡ് ബോൺ, അതായത് എൻഡോമെട്രിഐറ്റിസ്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ puerperal ഫീവർ എന്ന് പറയുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കെ യൂട്രസിൽ, അതായത് ഡെലിവറി കഴിഞ്ഞ് കയറും. അതുവഴി നമുക്ക് ഒരു ഫീവർ വരും, അതുവഴി നമുക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ വരും. അതാണ് puerperal ഫീവർ എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയമി ഓർ സെപ്സിസ്, ഇൻഫെക്ഷൻ, അതായത് ബ്ലഡിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബാക്ടീരിയ അല്ലെങ്കിൽ സെപ്സിസ് എന്ന് പറയും. ഈ സെപ്റ്റിസീമിയ എന്ന് പറയുന്നത് സെപ്റ്റിക് ആവും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പിന്നീട് എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് എറിസിഫെലാസ്, സെല്ലുലൈറ്റിസ്, നെക്രോട്ടൈസിങ് ഫാസിറ്റസ്, puerperal ഫീവർ, ബാക്ടീരിയമി ഓർ സെപ്സിസ്. ഇനിയുള്ളതാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. മറ്റതിൽ സ്റ്റഫൈലോകോക്കസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ട്. അപ്പോൾ ക്യാരക്ടറൈസ്ഡ് ബൈ ബാക്ടീരിയമി, അതായത് ഈ ഒരു ബാക്ടീരിയ ബ്ലഡ് കയറിയിട്ട് പിന്നീട് അത് ലങ്സിലെത്തും, അതുപോലെ തന്നെ പല സ്ഥലത്തും എത്തിയിട്ട് എന്താണ് അവിടെ ഷോക്ക് ഉണ്ടാവും. അതായത് ഷോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലങ്സിൽ ഇനഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവിടെ എന്താണ് ഷോക്ക് ഉണ്ടാവും. ഓക്കെ, അതുവഴി ആൾക്ക് മരണം വരെ സംഭവിക്കാം. പിന്നെ ഉള്ളതാണ് സ്കാർലറ്റ് ഫീവർ, അസോസിയേഷൻ വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, ഫാരഞ്ചൈറ്റിസ് ഓർ വിത്ത് സ്കിൻ ഓർ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ, കോസ്ഡ് ബൈ ഏത് ടോക്സിൻ ആണ്? എക്സോടോക്സിൻ. ദ റാഷ് അപ്പിയേഴ്സ് ഓൺ ദ ട്രങ്ക് എന്ന് പറയുന്നത് ബോഡിയാണ് ആഫ്റ്റർ 24 hours ഓഫ് ഇൽനെസ് ആൻഡ് സ്പ്രെഡ്സ് ടു ഇൻവോൾവ് ദ എക്സ്ട്രിമിറ്റീസ്, അതായത് എല്ലായിടത്തും താഴത്തേക്കൊക്കെ അത് പടരും. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിൻ ഷോക്ക് സിൻഡ്രോം ആൻഡ് സ്കാർലറ്റ് ഫീവർ ആർ ക്ലിനിക്കലി ഓവർലാപ്പിംഗ് ഡിസീസ്. അപ്പൊ സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്നത് യൂഷ്വലി ഫാരഞ്ചൈറ്റിസ് വരും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ വരും. ഇത് എക്സോടോക്സിൻ വഴിയാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് എന്താണ്? ബോഡി മൊത്തം 24 hours മൊത്തം റാഷസ് വരും, പിന്നെ അത് നമ്മുടെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? എറിപെലാസ് ഉണ്ട്, സെല്ലുലൈറ്റിസ് ഉണ്ട്, നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് ഉണ്ട്, puerperal ഫീവർ ഉണ്ട്, ബാക്ടീരിയം ഓർ സെപ്സിസ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ട്, പിന്നെ സ്കാർലറ്റ് ഫീവർ ഉണ്ട്.
ഇനിയാണ് സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട്. നമുക്കറിയാം, ഈ നമുക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ഇങ്ങനെ സോർ ത്രോട്ട് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് റുമാറ്റിക് ഫീവറായി, റുമാറ്റിക് ഹേർട്ട് ഡിസീസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഫാരഞ്ചൈറ്റിസ് നമുക്കറിയാം. സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട്, streptococcal pyogenes adhere to pharyngeal epithelium by means of lipotecoic acid, by means of hyaluronic acid in encapsulated strains. In children and adults, the disease is characterized by intense nasopharyngitis, tonsillitis, intense red and edema of mucous membrane with purulent exudate, enlarged tender cervical nodes, high fever. In infants and small children, infection extend to middle ear. അതായത് സാധാരണ നമ്മുടെ തൊണ്ടവേദന പല ടൈപ്പ് ഉണ്ട്. ഫാരഞ്ചൈറ്റിസ് ഉണ്ട്, ടോൺസിലൈറ്റിസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇൻഫൻസിനൊക്കെ ഇയർ ഇൻഫെക്ഷൻ ആയിട്ട് വരെ ചാൻസ് ഉണ്ട്. ഇത് ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെയുള്ളതാണ് സ്ട്രെപ്റ്റോകോക്കൽ പയോഡേമ. പയോ എന്ന് പറയുന്നത് പയോജീൻസ് എന്താണെന്നറിയോ? പസ് ഫോമിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് pyogenes, pus forming ഉണ്ട്. It is covered with a pus. Local infection of superficial layers of skin, especially in children, is called impetigo. Impetigo നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അത് പസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മോർ വൈഡ് സ്പ്രെഡ് ഇൻഫെക്ഷൻ occurs in erythematous or wounded skin or burns and may progress to cellulitis. ഇനിയുള്ളതാണ് അക്യൂട്ട് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. നമുക്ക് ഗ്ലോമറുലസ് എന്താണെന്ന് അറിയാലോ. ഇതാണ് നമ്മുടെ ഒരു ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ഈ ഒരു പോർഷനൊക്കെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്സ് 1 to 5 weeks ആഫ്റ്റർ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻ സ്കിൻ ഇൻഫെക്ഷൻ. അതായത് പയോഡെർമ എന്ന് പറയുന്നത് എന്താണ്? ഇംപെറ്റിഗോ വന്നു, അത് സ്പസ് ഫിൽഡ് ആയി, പിന്നെ അത് സെല്ലുലൈറ്റിസ് ആയിട്ടൊക്കെ മാറി, അല്ലെങ്കിൽ ഫാരഞ്ചൈറ്റിസ്. ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് മേ ബി ഇനീഷ്യേറ്റഡ് ബൈ antigen antibody complex on glomerular basement membrane. The most important antigen are thought to be SPEB. A few patient die. അപ്പൊ ഇത് ഒത്തിരി നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് പേരൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇനിയുള്ളതാണ് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഡിസീസ് റുമാറ്റോയിഡ് ഫീവർ. ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് നമ്മൾ മെഡ്സർജിൽ കാർഡിയോവാസ്കുലർ ഡിസീസിൽ പഠിച്ചിട്ടുണ്ട്. ഇത് സെർട്ടൈൻ സ്ട്രെയിൻസ്, ഇത് ഉണ്ടാക്കുന്നത് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കയാണ്. ഇത് ഫസ്റ്റ് സോർ ത്രോട്ട് ആണ്. സോർ ത്രോട്ട് കഴിഞ്ഞിട്ടാണ് ഈ റുമാറ്റിക് ഫീവർ വരുന്നത്. പിന്നെ സിംറ്റംസ് എന്ന് പറഞ്ഞ ഫീവർ, മലൈസ് എന്ന് പറയുന്ന പെയിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ എൻഡോകാർഡിയം, മയോകാർഡിയം, പെരികാർഡിയത്തിൽ വരും. എന്നിട്ട് പിന്നീട് അത് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെനിൻസിലിൻ ജി ആണ്. ഓക്കെ, പെനിൻസിലിൻ ജി ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മാക്രോലൈഡ്സ് സച്ച് ആസ് എറിത്രോമൈസിൻ ആൻഡ് ക്ലിൻഡാമൈസിൻ റെക്കമെൻഡഡ് ഫോർ പെനിൻസിലിൻ അലർജിക് പേഷ്യന്റ്. അപ്പോൾ പെനിൻസിലിൻ ജി അല്ലെങ്കിൽ എറിത്രോമൈസിൻ, മാക്രോലൈഡ്സ് അല്ലെങ്കിൽ ക്ലിൻഡാമൈസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പെനിൻസിലിൻ അലർജി ഉള്ള പേഷ്യൻസിന്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. സിഫെലാസ്, സെല്ലുലൈറ്റിസ് ഉണ്ട്, നെക്രോട്ടൈസിക് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ, പ്യൂറൽ ഫീവർ, ബാക്ടീരീമിയ, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കൽ ഷോക്ക് സിൻഡ്രോം, സ്കാർലറ്റ് ഫീവർ, സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട്, സ്ട്രെപ്റ്റോകോക്കൽ പയോഡെർമ, അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, റൊമാറ്റിക് ഫീവർ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനിയുള്ളതാണ് സ്ട്രെപ്റ്റോകോക്കസ് അഗലാച്ചിയം. അപ്പൊ ഇത് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ടും ജസ്റ്റ് റെയർ ആയിട്ട് വേണമെങ്കിൽ 1 വേർഡിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതും ബീറ്റ ഹീമോലൈറ്റിക് ആണ്. ആർ എ പാർട്ട് ഓഫ് നോർമൽ വജീനൽ ഫ്ലോറ. അതായത് നോർമൽ ആയിട്ട് വജീനയിലുള്ളൊരു ഒരു ബാക്ടീരിയ ആണിത്. ആൻഡ് ലോവർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൻ 5 to 30% ഓഫ് വുമൺ. അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലും വജൈനയിലുള്ള ഒരു നോർമൽ കമൻസാലാണ് ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് അഗലാറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഡ്യൂറിംഗ് ഫസ്റ്റ് മന്ത് ഓഫ് ലൈഫ് മേ പ്രസന്റ് ആസ് സെപ്സിസ്, മെനിഞ്ചൈറ്റിസ് ഓർ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. റെയർ ആയിട്ടാണ് വരുള്ളൂ. എൽഡർലി അഡൽട്സ് ആൻഡ് ഇമ്മ്യൂണോ കോംപ്രമൈസ് ഹോസ്റ്റ് ആർ മോർ റിസ്ക് ഫോർ ഇൻവേസീവ് ഡിസീസ്. അതായത് പ്രായം ചെന്നവരും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കൻഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ സിംറ്റംസ് എന്ന് പറയുന്നത് ബാക്ടീരീമിയ, അതായത് ബ്ലഡിൽ അലർജി, സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ, അതുപോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ജെനിറ്റോ യൂറിനറി ഇൻഫെക്ഷൻ. ഇനിയുള്ളതാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു ഗ്രാം പോസിറ്റീവ് ഡൈപ്ലോകോക്കെ. ഡൈപ്ലോകോക്കെ എന്ന് പറയുന്നത് എന്താണ്?
രണ്ടായിട്ട് എങ്ങനെ ഇരിക്കുന്നു. ഓഫൺ ലാൻസ് ആൻഡ് ഷേപ്ഡ് ഓർ അറേഞ്ച്ഡ് ഇൻ സെയിം. ലാൻസഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും, ഒരു പെയർ ആയിട്ടായിരിക്കും, ചെയിൻ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തത്. പൊസസിങ് എ ക്യാപ്സ്യൂൾ ഓഫ് പോളിസാക്രൈഡ്, അതായത് ക്യാപ്സ്യൂൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? പോളിസാക്രൈഡ് ആണ്. അതായത് ഗ്രൂപ്പ് എ ആ ഒരു സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിന്റെ ക്യാപ്സ്യൂൾ എന്താണ്? ഹൈലറൂണിക് ആസിഡ് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പോളിസാക്രൈഡ് ആണ്. ഓക്കെ. നോർമൽ ഇൻഹാബിറ്റൻസ് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഓഫ് 5 to 40% ഓഫ് ഹ്യൂമൻ. ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഒരു 40%, 5 തൊട്ട് 40% വരെയുള്ള ഹ്യൂമൻ ബീങ്സിന് എന്താണ് ഉള്ളൊരിതാണ്. പക്ഷേ ഇത് സീവിയർ ആയിട്ട് വരുമ്പോൾ ന്യൂമോണിയ വരും, സൈനസൈറ്റിസ്, ഓർട്ടിറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ബാക്ടീരീമിയ, മെനിഞ്ചൈറ്റിസ് ആൻഡ് പെരിട്ടോണൈറ്റിസ്. പെരിട്ടോണൈറ്റിസ് എന്താണ്? അതായത് നമ്മുടെ സ്റ്റൊമക്കിലെ ഒരു വാളാണ്. അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ആന്റിജനിക് സ്ട്രക്ചർ, pneumococcal cell which has peptidoglycan and teichoic acid similar to other streptococci. അതായത് ഇത് ടീക്കോയിക് ആസിഡ് ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. സെൽ വാൾ നോക്കി കഴിയുമ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ, ടീക്കോയിക് ആസിഡ്, പിന്നെ ക്യാപ്സുലർ പോളിസാക്കറൈഡ് ഉണ്ട്. പിന്നെ പാത്തോജെനസിസ് സോറി ഇൻ അഡൽട്സ് ടൈപ്സ് 1 to 8 are responsible for about 75 cases of pneumococcal pneumonia and more than half of all fatalities in pneumococcal bacteria. അപ്പോൾ ഒരു 1 to 8 ടൈപ്സ് 1 to 8 എന്ന് പറയുന്നത് 75% ഓഫ് ന്യൂമോണിയ വരുത്തുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ഇതിന്റെ ടൈപ്പ് ചിൽഡ്രനിൽ 6, 40, 90, 23 are frequent causes. Virulence of the organism is a function of its capsule which prevents or delay injection by phagocytosis. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക്, ഒരു 75% ഓഫ് ആൾക്കാർക്ക് ന്യൂമോണിയ വരുന്നത് ഒരു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഈ സ്ട്രെപ്റ്റോകോക്കസ് ആയിട്ടുള്ള ബസിലയാണ്. ഓക്കെ. പിന്നെന്താ, ഇതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പോളിസാക്രൈഡ് സെൽവാളാണ് ഇതിന്റെ വിറുലൻസ് വരുന്നത്, അതായത് അപകടകരമായിട്ട് ആ ഒരു വേർഷൻ. അപ്പൊ ഇത് നമ്മുടെ ആന്റിജനോ ഇതിനെതിരെയായിട്ടുള്ള ആന്റിബോഡി ക്രിയേറ്റ് ചെയ്താലും ഫാഗോസൈറ്റോസിസ് നടക്കാനായിട്ട് ഇത് സമ്മതിക്കില്ല, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെൽവാളാണ്. ഇനി ക്ലിനിക്കൽ ഫൈൻഡിങ് എന്ന് പറയുന്നത്, നമ്മൾ ന്യൂമോണിയ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഫീവർ വരും, ഷാർപ്പ് പ്ലൂറൽ പെയിൻ, അതായത് ലങ്സിന്റെ അവിടെ. സ്പൂട്ടം എന്ന് പറയുന്ന ബ്ലഡി അല്ലെങ്കിൽ റസ്റ്റി കളേർഡ് ആയിരിക്കും. റസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, തുരുമ്പൊക്കെ എടുത്ത കളറ്. പിന്നെ ഫീവർ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ ബ്ലഡിലെ ബാക്ടീരിയയുടെ അംശം ഉണ്ടാവും. അപ്പൊ ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂമോണിയയുടെ ഒരു കോമൺ സിംറ്റംസ് ഫീവർ ഉണ്ടാവും, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അതുപോലെ കഫക്കെട്ട് അതൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇനി ലോസ് ഓഫ് നാച്ചുറൽ റെസിസ്റ്റൻസ്, നമുക്കറിയാം 40 തൊട്ട് 70% എന്താണ് നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 to 40% ഒരു നോർമൽ ഇൻഹാബിറ്റൻസ് ആയിരുന്നു ഇത്. പക്ഷേ ബിക്കോസ് 40 to 70% ഓഫ് ഹ്യൂമൻസ് ആർ ആൻഡ് സംടൈം കാരിയേഴ്സ് ഓഫ് വിറുലന്റ് pneumococci, the normal respiratory mucosa must possess great natural resistance to pneumococcus. Among the factors that probably lower this resistance, thus predisposed to pneumococcal infection. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് വൈറൽ ആൻഡ് അതർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ദാറ്റ് ഡാമേജ് സർഫസ് സെൽ. അപ്പൊ നമ്മൾ പറയും നോർമലി നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മ്യൂക്കസ് സെൽസിൽ ഇതിന് എതിരെയായിട്ട് തടയാനായിട്ടുള്ള ഒരു ഒത്തിരി ന്യൂമോണിയ വരാതിരിക്കാനുള്ള കുറെ ഒരു റെസിസ്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു കപ്പാസിറ്റി കുറയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ആൻഡ് അതർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അത് വരുമ്പോൾ ആ ഒരു മ്യൂക്കോസൽ സെല്ലിനെ ഡാമേജ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ്, അലർജി വരുമ്പോൾ. പിന്നെ ആൽക്കഹോൾ ഓർ ഡ്രഗ് ഇൻടോക്സിക്കേഷൻ, അതുപോലെ തന്നെ കഫ് റിഫ്ലെക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ തടയുന്നു. പിന്നെ അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, സിക്കിൾ സെൽ അനീമിയ, നെഫ്രോസിസ്, അതുപോലെ തന്നെ വേറെ ഇങ്ങനത്തെ ഡിസീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂമോണിയ വരാതിരിക്കാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മറ്റതുപോലെ തന്നെ പെനിസിലിൻ ജി ഉണ്ട്, വാങ്കോമൈസിൻ ഉണ്ട്. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ന്യൂമോണിയയുടെ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയുള്ളതാണ് എൻട്രോകോക്കി. എൻട്രോകോക്കി ഒരു ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഒരു റെയർ ആയിട്ട്. പിന്നെ പെപ്റ്റോ സ്ട്രെപ്റ്റോകോക്കസ് അങ്ങനെ ചോദിച്ചേ കണ്ടിട്ടില്ല.
അപ്പോൾ എൻട്രോകോക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം പോസിറ്റീവ് ആണ്, കാറ്റലൈസ് നെഗറ്റീവ് ആണ്. കാരണം കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം പൊതുവെ സ്ട്രെപ്റ്റോകോക്കസ് കാറ്റലൈസ് നെഗറ്റീവ് ആണ്, ഫാക്കൾറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, ഓക്കെ, ഓവൽ ഷേപ്ഡ് ആണ്, അറേഞ്ച്ഡ് ഇൻ പെയേഴ്സ് ഓർ ഷോർട്ട് ചെയിൻസ്. അപ്പൊ എൻട്രോകോക്കസ് ഫീക്കാലിസ് ആൻഡ് എൻട്രോകോക്കസ് ഫീസിയം ആർ ദ ടു സ്പീഷീസ് മോസ്റ്റ് കോമൺലി ഐസൊലേറ്റഡ് ഫ്രം ക്ലിനിക്കൽ സ്പെസിമെൻ. അപ്പൊ എൻട്രോകോക്കെ ഫീക്കാലിസ്, എൻട്രോകോക്കസ് ഫീസിയം ആണ് ഇതിന്റെ രണ്ടിന്റെ സ്പീഷീസ് എന്ന് പറയുന്നത്. എൻട്രോകോക്കെ ആർ പാർട്ട് ഓഫ് നോർമൽ എൻട്രിക് മയോബൈറ്റ. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ്. യൂഷ്വലി നോൺ ഹീമോലൈറ്റിക്, ഹീമോലൈസിസ് ഇല്ല, അതായത് ബ്ലഡിനെ ബ്രേക്ക് ചെയ്യത്തില്ല. ഒക്കേഷണലി ആൽഫ ഹീമോലൈറ്റിക് ആണ്, അതായത് ചില ടൈമിൽ പാർഷ്യലായിട്ട് മേ ബി ഹീമോലൈസിസ് നടക്കും, പക്ഷെ പൊതുവെ അത് ഹീമോലൈസിസ് നടക്കത്തില്ല. അതുപോലെ ഗ്രോ വെൽ ഇൻ 6.5% NaCl, ഗ്രോ വെൽ അറ്റ് ദ ടെമ്പറേച്ചർ 10°C to 45°C. അപ്പൊ ഇത്രയൊക്കെയാണ്. ഏതൊക്കെയാണ്? ഗ്രാം പോസിറ്റീവ് ആണ്, കാറ്റലൈസ് നെഗറ്റീവ് ആണ്, ഫാക്കൾറ്റേറ്റീവ്ലി അനേറോബിക് ആണ്, ഓവൽ ഷേപ്ഡ് ആണ്. ഏകദേശം 47 സ്പീഷീസ് ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. അപ്പൊ എൻട്രോകോക്കസ് ഫീക്കാലിസും ഫാസിയും ആണ് കൂടുതലായിട്ടും നമ്മൾ കൾച്ചറിൽ ഐസോലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ആളാണ്, യൂഷ്വലി നോൺ ഹീമോലൈറ്റിക് ആണ്, പക്ഷെ ചില കേസിൽ ആൽഫ പാർഷ്യൽ ആയിട്ട് അവിടെ എടുക്കും. 6.5% NaCl ഗ്രോ ചെയ്യും. ടെമ്പറേച്ചർ 10°C to 45°C വരെ ഇത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പാത്തോജെനസിസ് എന്ന് പറയുന്നത് മോസ്റ്റ് എൻട്രോകോക്കൽ ഇൻഫെക്ഷൻ അപ്പിയർ ടു അറൈസ് ഫ്രം എൻഡോജീനിയസ് ഫ്ലോറ വിയർ ട്രാൻസ്ലോക്കേഷൻ വെൻ മേജർ GI ട്രാക്ട്. ഈ ഒരു എൻട്രോകോക്കെ എന്ന് പറയുന്നത് നോർമൽ കമൽസാലാണ്, നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയിലുണ്ട്. വിറുലൻസ് ഉണ്ടാവുന്നത് ഇൻട്രൻസിക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഓഫ് എൻട്രോകോക്കെ, എബിലിറ്റി ടു അഡയർ ടു സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഫോം ബയോഫിലിംസ്. അപ്പൊ ഇൻട്രൻസിക് ഇതെന്ന് പറയുന്നത് നമുക്കറിയാം GI ട്രാക്റ്റിൽ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ളൊരു ഒരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെതിരെയായിട്ടുള്ള റെസിസ്റ്റൻസ് ഇത് നിങ്ങൾ ഒത്തിരി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ GI ട്രാക്റ്റിൽ നോർമൽ ആയിട്ട് ഉള്ളൊരു ബാക്ടീരിയയാണ് ഈ എൻട്രോകോക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു ഇൻട്രൻസിക് ഫാക്ടർ എന്ന് പറയുന്നൊരു സാധനം റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രൻസിക് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ചില കേസിൽ ഈ ഒരു സാധനം റിലീസ് ചെയ്യാതെ വരുമ്പോൾ ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അത് ഒത്തിരി നിങ്ങൾ കാട് കയറി പോകണ്ട, അത് നമ്മൾ ഒത്തിരി നോക്കണം. പിന്നെ ഇൻ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റ് ദ മോസ്റ്റ് കോമൺ സൈറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻ ആർ യൂറിനറി ട്രാക്ട് ബേൺസ്, സർജിക്കൽ വൂണ്ട്സ്, പൈലറി ആൻഡ് ബ്ലഡ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻവെല്ലിംഗ് കൊട്ടീറ്റേഴ്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇതൊക്കെ അറിയാം. പിന്നെ ഇൻട്രാ അബ്ഡോമിനൽ പെൽവിക് ഇൻഫെക്ഷൻ, ബാക്ടീരിയമി ആൻഡ് എൻഡോകാർഡൈറ്റിസ്. Infection of respiratory tract has been observed but occur rarely. Enterococcus are part of normal adult vaginal microbiota, normal ആയിട്ടുള്ളതാണ്, and can therefore occur by neonates during vaginal delivery. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ചാലഞ്ചിങ് ആണ്. ഈ ചില കേസസിൽ സെഫലോസ്പോറിൻ, പെനിൻസുലൈസ് എന്നൊക്കെ പറയുന്നതിന് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. യൂഷ്വലി നമുക്ക് വാങ്കോമൈസിൻ ഒക്കെ കൊടുക്കാം. പിന്നെ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് അനേറോബിക് മൈക്രോ എയറോഫിലിക് ആണ്. ഓക്കെ, വേരിയബിളി പ്രൊഡ്യൂസ് ഹീമോലൈസിൻ ആണ്. ഇത് നമ്മുടെ മൗത്തിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ബൗവിലും ഫീമെയിൽ ജനറേറ്ററി ട്രാക്റ്റിലുള്ള സ്ട്രെപ്റ്റോകോക്കസ് നോർമൽ ആയിട്ടുണ്ട്. ഇതൊരു പസ് യൂഷ്വലി ഹാസ് എ ഫൗൾ ഒഡോർ, ഇതിന്റെ പസ്സിന് ഒരു ഫൗൾ ഒഡോർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ഫുള്ള് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രാം നെഗറ്റീവ് കോക്കെ ആയിട്ടുള്ള നെസേറിയ ഗൊണോറിയ, നെസേറിയ മെനഞ്ചൈറ്റിസ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അതോടെ നമുക്ക് ആ ഒരു അടുത്ത ചാപ്റ്ററിൽ ആ ഒരു ഇത് ഫുള്ള് നമ്മൾ പഠിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ.